നിത്യനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് തക്ക തുണയായി ഹെൽപ്മേറ്റ് ആയി സ്ത്രീയെ സൃഷ്ടിച്ചു. സ്ത്രീകളെന്നും പുരുഷന് തക്ക തുണയായി നിൽക്കേണ്ടവരാണ്. എന്നാൽ ഹെൽപ്മേറ്റ് എന്നത് ഹെൽപ്പ് മീ ടു ഈറ്റ് എന്ന സ്ഥിതിയിലേക്കായി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കി തരുന്നവളായി തീരുക എന്നിങ്ങനെ പുരുഷൻ സ്ത്രീയെ തരം താഴ്ത്തുന്ന സമ്പ്രദായം പ്രാചീന കാലം മുതലേ ഉള്ളതാണ്. ഇന്നും അത് ഏറെക്കുറെ സമൂഹത്തിലെ ഒരു വലിയ പുഴുക്കേടാണ്. സ്ത്രീയെ തരം താഴ്ത്തി കാണുക എന്നത്, ഭാര്യയെ വില കുറഞ്ഞവളായി കാണുക എന്നത്. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭാര്യയെ സ്നേഹിപ്പീൻ, നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി കരുതുവീൻ, നിങ്ങൾ ഭാര്യയെ ബഹുമാനിപ്പീൻ. ഭാര്യയെ ബഹുമാനിക്കുക എന്നത് ഇന്ന് പല ഭർത്താക്കന്മാർക്കും അറിവില്ലാതിരിക്കുകയാണ്. സ്ത്രീ, ഭാര്യ എൻ്റെ ബെറ്റർ ഹാഫ് ആയിട്ട് ഭർത്താവ് കരുതേണ്ടതാണ്. ബെറ്റർ ഹാഫ്. എന്നാൽ എല്ലാം ശരിയാകും, കുടുംബജീവിതം ഭദ്രമാകും, സമാധാനം ഉണ്ടാകും, ഐക്യമുണ്ടാകും. ഭാര്യയാകട്ടെ, ബൈബിൾ പറയുന്നത് ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനെ ഭയപ്പെടണം എന്നാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ ആ കുടുംബജീവിതം എന്നും കലങ്ങിയിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒരുപക്ഷെ വാഗ്വാദങ്ങളും തർക്കവിതർക്കങ്ങളും എല്ലാം ഉണ്ടാകും. തന്മൂലം കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നഷ്ടമാകും, സമാധാനം നഷ്ടമാകും. നമ്മുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമായി തീരേണ്ടതാണ്. സ്നേഹം നിറഞ്ഞ കുടുംബം, അതാണ് സ്വർഗം. സ്നേഹം നിറഞ്ഞ അനുഭവം, പരസ്പരം സഹിപ്പാനും വഹിപ്പാനും കഴിയുക. ഭാര്യ ഭർത്താവിന് ചവിട്ടിത്താഴ്ത്താനുള്ള ഒരു ഉപകരണമല്ല. ഭാര്യ ഭർത്താവിൻ്റെ തലയിൽ വയ്ക്കാനുള്ള ഒരാഭരണവുമല്ല. ഭാര്യ പുരുഷൻ്റെ പാർശ്വത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നും ഭർത്താവിനോട് ചേർന്ന് നിൽക്കുക, ഒട്ടി നിൽക്കുക, സ്നേഹത്തിൻ്റെ ഒരുമയിൽ നിൽക്കുക, അതാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിൻ്റെ വിജയം. നമ്മുടെ കുടുംബം സ്വർഗസമാധാനവും ശാന്തിയും അനുഭവിക്കുന്നതായി തീരട്ടെ.